സോ ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമിനോ ആസിഡ്സിനെ പറ്റിയാണ്. സോ ആസ് വി ഓൾ നോ ദാറ്റ് പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. നമ്മൾ ബേസിക് ആയിട്ട് എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ ഈ പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബൈ ദിസ് അമിനോ ആസിഡ്സ്. സോ അമിനോ ആസിഡ്സ് എന്താണെന്നും അതിൻ്റെ ബയോസിന്തസിസ് എന്തോ ആണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So amino acids are nothing but the organic compounds which contain an amine group and a carboxyl chain, which is a functional group, and also a side chain which is specific to each amino acids. So amino acids എന്ന് പറയുമ്പോൾ ഒരു amine group ഉണ്ടാകും, പിന്നെ എന്തുണ്ടാവും, ഒരു carboxyl functional group ഉണ്ടാകും, പിന്നെ ഒരു side chain which is specific to ഈച്ച് ആൻഡ് അമിനോ ആസിഡ്. ഓരോ അമിനോ ആസിഡിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഇതായിരിക്കും ഉണ്ടാവുക, സൈഡ് ചെയിൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് നോക്കൂ, ഇത് കണ്ടോ, ഇതാണ് ഒരു അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു അമൈൻ ഗ്രൂപ്പ്, ഇതൊരു കാർബോക്സൈൽ ഗ്രൂപ്പ്. അമൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ആസിഡിക്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആസിഡ്. പിന്നെ ഈ സൈഡ് ചെയിനിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്ന് വെച്ചിട്ടാണ്. ഈ ആർ നമ്മളൊരു കോൺസ്റ്റന്റ് പോലെ കൊടുക്കുന്നതാണ്, ബിക്കോസ് ഓരോന്നിനും ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഹൈഡ്രജൻ. ആൻഡ് ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് മീഥൈൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. മീഥൈൻ്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മീഥൈൻ്റെ ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ടോ? CH4 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു സി ഇട്ടിട്ട് അതിന്റെ മുകളിൽ താഴെ എല്ലാത്തിലും ഹൈഡ്രജൻ ബോൺസ് വരുന്നുണ്ട്. സോ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ആറ്റവും 4 സൈഡ് ചെയിൻ്റെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഹൈഡ്രജന്റെ ഒരു ഗ്രൂപ്പ് മാത്രമേ വന്ന് ബൈൻഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ഒരു അമൈൻ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഒരു ആർ ചെയിനുമാണ് വരുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ചെയിനുമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മീഥൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കാണിച്ചിരിക്കുന്നത് ഒരു 2D സ്ട്രക്ചർ, ബോൾ ആൻഡ് സ്റ്റിക്സ് മോഡലാണ്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് 3D സ്ട്രക്ചർ അമിനോ ആസിഡ്സിന്റെ. മെയിൻലി നമുക്കറിയാം 20 കോമൺ അമിനോ ആസിഡ്സ് ആണ് കാണപ്പെടുന്നത്. അതിൽ എസെൻഷ്യലും ഉണ്ട്, നോൺ എസെൻഷ്യലും ഉണ്ട്. സോ നമ്മളിനി കെമിസ്ട്രി ഓഫ് അമിനോ ആസിഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കെമിസ്ട്രി ഓഫ് അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർബോക്സൈൽ ഗ്രൂപ്പ്, ഒരു അമൈൻ ഗ്രൂപ്പ്, ഒരു സൈഡ് ചെയിൻ വിച്ച് ഇസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഫോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ്, പിന്നെ ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പ് വിച്ച് കൺസിഡർ ഓൾ സ്ട്രക്ചർ ഈസ് കൺസിഡർ ആസ് എ ഡെറിവേറ്റീവ് ഓഫ് methane. And we knows that the building blocks of proteins are amino acids. 20 amino acids are naturally incorporated into polypeptides and they are called proteogenic or standard amino acid. So ഈ 20 അമിനോ ആസിഡ്സും ആണ് നമ്മുടെ യൂണിവേഴ്സൽ ജനറ്റിക് കോഡിനെ. ജനറ്റിക് കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ന്യൂക്ലിക് ആസിഡിനകത്തുള്ള 3 ന്യൂക്ലിയോടൈഡ്സിന് ചേർന്നതിനാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. സോ ഈ ഓരോ 3 ജനറ്റിക് കോഡും ആണ് ഓരോ അമിനോ ആസിഡായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അതിൽ 10 അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. അത് എസെൻഷ്യൽ ആണെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹ്യൂമൻ ബോഡി ബട്ട് കനോട്ട് സിന്തസൈസ്ഡ് ബൈ ദ മമാലിയൻ ഇറ്റ് സെൽഫ്. അതായത് നമ്മുടെ ഹ്യൂമൻസിന് നാച്ചുറലി അത് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് ഇറ്റ് ഇൻ യുവർ ഡയറ്റ്. ഓക്കെ, പക്ഷെ പ്ലാന്റ്സിന്റെ ഒക്കെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 20 എസെൻഷ്യൽ അമിനോ ആസിഡ്സും ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ സെൽസ്. ഓക്കെ, ആൻഡ് ഈ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രോട്ടീൻസ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ശരീരത്തില് എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡീസ്, ആന്റിബയോട്ടിക്സ് ആൻഡ് different kinds of substance which is helpful for the biological activities. ഹെൽപ്ഫുൾ ആയത് നമ്മുടെ നീഡ്സ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, and also used as single molecules in biological or biochemical pathways. സോ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചറിൽ ഞാൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ്. 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ഒന്ന് കാർബോക്സിൽ ആസിഡ് ഗ്രൂപ്പും ഒന്ന് അമിനോ ഗ്രൂപ്പും.
പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈഡ് ചെയിൻസ് ഉണ്ട്. ഈ രണ്ട് അമിനോ ആസിഡ്സ്, അതായത് 2 അമിനോ ആസിഡ്സ് ക്യാൻ റിയാക്ട് വിത്ത് ലോസ് ഓഫ് എ വാട്ടർ മോളിക്യൂൾ ടു ഫോം എ കോവാലന്റ് ബോണ്ട്. അങ്ങനെയാണ് ഇത് ബൈൻഡ് ചെയ്ത് ഇരിക്കുന്നത്. കണ്ടോ, H2O. So then they will bind with a covalent bond. So classification എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ സൈഡ് ചെയിൻ സ്ട്രക്ചർ, നോൺ പോളാർ അമിനോ ആസിഡ്സ്, പോളാർ അൺചാർജ്ഡ് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ്സ്, ബേസിക് അമിനോ ആസിഡ്സ്, പിന്നെ സ്ട്രക്ചറൽ ക്ലാരിഫിക്കേഷന്റെ ബേസിസിൽ അരോമാറ്റിക്, സൈക്ലിക്, ഹൈഡ്രോക്സിൽ ആൻഡ് തയോൾ അമിനോ ആസിഡ്സ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട്. സോ ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. നോൺ പോളാർ സൈഡ് ചെയിൻസിന് പോളാർ സൈഡ് ചെയിൻസ് അതിന് എക്സാമ്പിൾ ആണ്. ആസിഡിക് സൈഡ് ചെയിൻസ് കണ്ടോ, ബേസിക് സൈഡ് ചെയിൻസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള സൈഡ് ചെയിൻസ്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാം വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ്. അതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. സോ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നത്തിങ് ബട്ട് ദേ കനോട്ട് സിന്തസൈസ് ഇറ്റ് സെൽഫ് ബൈ ദ ഓർഗാനിസം. സ്വന്തമായിട്ട് ഓർഗാനിസത്തിന് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തതിന്. സോ അതിനെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ബട്ട് ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു അവർ ബോഡി ആൻഡ് ദേ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് in our diet. So 10 amino acids are essential amino acids. They are arginine, histidine, leucine, lysine, methionine, phenylene, threonine, tryptophan and valine. Must obtain from the diet. Important ആണ്. Adequate diet എന്ന് പറയുമ്പോഴത്തേക്കും typically meat and dairy products ആണ് പറയുന്നത്. Essential amino acids which is helpful for the body function and regulate the neurotransmitters. Neurotransmitters regulate ചെയ്യുക, body function help ചെയ്യുക, chemicals in brain to control our mood and behavior influence ചെയ്യുക. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ ലാക്നെസ് നമ്മളെ ഇമോഷണലിയും ഫിസിക്കലിയും ഡിഫിക്കൽട്ടീസ് കോസ് ചെയ്യാനും നമ്മുടെ ഹെൽത്തിൽ വരുന്ന കുറെ ഡിസോർഡേഴ്സ് ഒക്കെ കോസ് ചെയ്യാനും സാധിക്കും. സോ ദീസ് ആർ ദ 20 amino acids which is classified into essential and non-essential. The essential 10 arginine, histidine, isoleucine, leucine, lysine, methionine, phenylalanine, threonine, tryptophan and valine, which cannot synthesize by our body. So we have to include it in our diet, which is considered, which is almost present in meat and milk. Okay, dairy products like നമുക്ക് കാണാൻ പറ്റും. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് അലനിൻ, അസ്പാർജിൻ, അസ്പാർട്ടേറ്റ്, സിസ്റ്റീൻ, ഗ്ലൂട്ടമേറ്റ്, ഗ്ലൂട്ടമിൻ, ഗ്ലൈസിൻ, പ്രോലിൻ, സ്റ്റെറൈൻ, ടൈറോസിൻ. ഓക്കെ, സോ ഇത് നമ്മുടെ ബോഡിക്ക് ഇറ്റ് ക്യാൻ സിന്തസൈസ് ബൈ അവർ ബോഡി ബൈ മെറ്റബോളിക് പാത്വേസ്. ഓക്കെ, നമ്മുടെ മെറ്റബോളിക് പാത്വേസിലുള്ള ഇന്റർമീഡിയറ്റ്സിന്റെ കൺവേർഷൻ ഒക്കെ വെച്ചിട്ട് ഈ നോൺ എസെൻഷ്യലിൽ നമ്മുടെ ബോഡിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആർജിനിൻ എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഇൻ ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു അമിനോ ആസിഡ് ആണ് ആർജിനിൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി സിന്തസൈസ്ഡ് ആർജിനിൻ ഫ്രം ornithine and urea via the urea cycle. So metabolic pathways ആണ് ഞാൻ പറഞ്ഞല്ലോ. സോ യൂറിയ സൈക്കിളിലെ ഓർണിത്തിൽ നിന്നും യൂറിയയിൽ നിന്നൊക്കെയാണ് ആർജിനിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിസ്റ്റിൻ ഗെറ്റ്സ് ഇറ്റ് സൾഫർ ആറ്റം ഫ്രം മെത്തിയോണിൻ ആൻഡ് tyrosine is hydroxylate phenylene. So it is not really non-essential. So these are the two different types. You must study it well. So amino acids in the biosynthesis ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. So എല്ലാ amino acids derived from intermediates in glycolysis
സിട്രിക് ആസിഡ് സൈക്കിൾ ഓർ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ശരീരത്തിലുള്ള ഡിഫറെന്റ് മെറ്റബോളിക് പാത്വേസിലെ ഇന്റർമീഡിയറ്റ്സ്, അതിലുണ്ടാവുന്ന പ്രൊഡക്ട്സ്, അതിലുണ്ടാവുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സ്, മെറ്റബോളൈറ്റ്സ് ഒക്കെ വഴിയാണ് അമിനോ ആസിഡ്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഗ്ലൈക്കോളിസിസ്, സിട്രിക് ആസിഡ് സൈക്കിൾ ഓർ PPP പാത്വേ. സോ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ. സിട്രിക് ആസിഡ് സൈക്കിൾ ഓർ ക്രെബ്സ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത്? പൈറുവേറ്റിനെയൊക്കെ അസറ്റൈൽ കോയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ്. സോ അതിൽ നിന്നൊക്കെ ആണ് ഇതുണ്ടാകുന്നത്. സോ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും ഈ നൈട്രജൻ, ഈ പാത്വേയിലൊക്കെ നൈട്രജൻ എൻ്റർ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും ബൈ മെറ്റബോളിക് റിയാക്ഷൻസ് വഴിയാണ് എൻ്റർ ചെയ്യുന്നത്, ബൈ റിഡക്റ്റീവ് അമിനേഷൻ. റിഡക്റ്റീവ് അമിനേഷൻ നമുക്ക് പറയാം. സോ നൈട്രജൻ enters these pathway by the way of glutamate and glutamine. സോ ഈ ഫോമിലായിരിക്കും നൈട്രജൻ എൻ്റർ ചെയ്യുന്നത്. An organism can vary differently to ability to synthesize the 20 common amino acids. So species basisൽ അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയാസ് ആൻഡ് പ്ലാന്റ്സ് ക്യാൻ സിന്തസൈസ് ഓൾമോസ്റ്റ് 20 അമിനോ ആസിഡ് ഇറ്റ് സെൽഫ്. പക്ഷേ നമ്മുടെ കേസ് വരുമ്പോഴത്തേക്കും, ഹ്യൂമൻസിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദേ കനോട്ട് സിന്തസൈസ് ദ essential amino acids, and so we have to include it in our diet. ഞാൻ പറഞ്ഞതാണത്. And the non-essential amino acids not needed in the diet because it can be synthesized in our body by the metabolic pathways, intermediates. So the remainder is the essential amino acid must be obtained from the food. So ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ PPT പ്രസൻറ്റേഷൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കാം. സോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറോള് പിക്ചറാണ്, എങ്ങനെ ഏതൊക്കെ ഏതിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു പിക്ചർ. ഓക്കെ, ഇവിടെ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്ന ഏത് പ്രോസസ്സിലാണ്? യെസ്, നമ്മുടെ ഗ്ലൈക്കോളിസിസ്, ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഗ്ലൂക്കോസ്. സോ ഗ്ലൂക്കോസ് വിൽ കൺവേർട്ട് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആൻഡ് ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ടു 3-phosphoglycerate after several steps. And ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അഗെയിൻ എന്ത് സംഭവിക്കും? റിബുലോസ് 6 ഫോസ്ഫേറ്റ് ആയി കൺവേർട്ട് ചെയ്യും ബൈ ദ PPP, ഫോസ്ഫോപെൻറ്റോസ് പാത്വേ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഫോസ്ഫോപെൻറ്റോസ് പാത്വേ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഈ റിബുലോസ് ഫോസ്ഫേറ്റ് ദെൻ കൺവേർട്ടഡ് ടു ഫോസ്ഫോറൈബോസിൽ പൈറോഫോസ്ഫേറ്റ്, ആൻഡ് ഫ്രം ദിസ് ഫോസ്ഫോറൈബോസിൽ പൈറോഫോസ്ഫേറ്റ് we can produce histidine which is a amino acid. Okay, ഈ 3 ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്ന് പിന്നെ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ കൺവേർട്ട് ടു ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്, PEP, and this phosphoenol pyruvate is in addition with erythrose phosphopyruvate. They will form phenylalanine, tryptosin and phenylalanine, tyrosine and tryptosin. ഓക്കെ, ഇതൊക്കെ അതിൽ നിന്ന് ഈ 3 അമിനോ ആസിഡ്സ് ഇതിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് പൈറുവേറ്റിൽ നിന്ന് എന്തൊക്കെ ഫോം ചെയ്യാൻ പറ്റും? അനലിൻ, വലൈൻ, ലൂസിൻ ആൻഡ് ഐസോലൂസിൻ. ഈ പൈറുവേറ്റ് ദെൻ കൺവേർട്ട് ടു സിട്രേറ്റ് ആൻഡ് it will
go to the oxaloacetate. അത് ഏതാ? oxaloacetate and alpha ketoglutarate എന്ന് പറയുന്നത് ഏതാ? TCA സൈക്കിൾ ആണ്. സോ അതിൽ നിന്ന് എന്തൊക്കെ എന്ത് ഫോം ചെയ്യും? യെസ്, aspartate, asparagine, lysine, ത്രിയോണിൻ, മെത്തിയോണിൻ, പിന്നെ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റിൽ നിന്ന് ഗ്ലൂട്ടമേറ്റ്, പ്രോലിൻ, ഗ്ലൂട്ടമൈൻ, ആർജിനിൻ ഇതൊക്കെ ഫോം ചെയ്യും. സോ ഇതൊരു കോമൺ പിക്ചർ ആണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ലാസ്റ്റ് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കാൻ പറ്റും. So here we are going to discuss about the glutamate family. So glutamate family എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ TCA സൈക്കിൾ, ഞാൻ നേരത്തെ സ്ലൈഡിനകത്ത് പറഞ്ഞതുപോലെ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഇന്റർമീഡിയറ്റിൽ നിന്നാണ് ഗ്ലൂട്ടമേറ്റ്, പ്രോലിൻ, ഗ്ലൂട്ടൈൻ, ആർജിനിൻ ഇതൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. സോ അതെങ്ങനെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞേക്കുന്നത്, സ്ട്രക്ചർ അതിന്റെ ഒരു ഇതാണ് പറഞ്ഞേക്കുന്നത്. നത്തിങ്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. അതായത് നിങ്ങൾ റിഡക്റ്റീവ് അമിനേഷൻ എന്ന പ്രോസസ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സോ റിഡക്റ്റീവ് അമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു കീറ്റോൺ ഗ്രൂപ്പ് വിത്ത് ആൻ ആസിഡ് ഗ്രൂപ്പ്. ഓക്കെ, ഒരു കീറ്റോൺ ഗ്രൂപ്പ് ലൈക്ക് ഒരു കീറ്റോ ആൽഫ കീറ്റോ ആസിഡ് ഗ്രൂപ്പ്, അത് ഒരു അമിനോ ആസിഡ് അല്ലെങ്കിൽ ഒരു ആസിഡ് ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെ കീറ്റോൺ ഗ്രൂപ്പ് വിച്ച് ഈസ് അമോണിയ ഈസ് റിമൂവ്ഡ് ഫ്രം ദാറ്റ് പ്ലേസ് ആൻഡ് ദ ആസിഡ് വിൽ ബി there. Okay, കീറ്റോൺ ഗ്രൂപ്പ് റിമൂവ് ആയിട്ട് അവിടെ ആസിഡിക് ഗ്രൂപ്പ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. സോ അതിനാണ് റിഡക്റ്റീവ് അമിനേഷൻ എന്ന് പറയുന്നത്. സോ ആ പ്രോസസ്സാണ് ഇവിടെ മെയിൻലി നടക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് വിച്ച് ഇസ് an intermediate in TCA cycle will react with the glutamate. Okay, glutamate which is an amino acid അല്ലെങ്കിൽ ഒരു കീറ്റോ ഇതാന്ന് പറയാം നമുക്ക്. അത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കീറ്റോ ഗ്രൂപ്പ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഗ്ലൂട്ടറേറ്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് ദെൻ there will be എന്ത് സംഭവിക്കും? ഒരു ആസിഡ് ഗ്രൂപ്പ് വന്ന് ബൈൻഡ് ചെയ്യും. സോ ദേ പ്രൊഡ്യൂസ് ഗ്ലൂട്ടമൈൻ, പ്രോലിൻ ആൻഡ് ആർജിനിൻ. സോ അതിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഗ്ലൂട്ടമൈൻ. ഓക്കെ, ഒരു ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഒരു ഒരു അമിനോ ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിലെ അമൈൻ ഗ്രൂപ്പ് which is removed. ഈ കീറ്റോ ഗ്രൂപ്പ് അമൈൻ ഗ്രൂപ്പ് അതിൽ കീറ്റോ ഗ്രൂപ്പ് റിമൂവ്ഡ് ആയിട്ട് അവിടെ ഗ്ലൂട്ടമേറ്റ് പ്ലസ് ആ കീറ്റോ ആസിഡ് ആൽഫ കീറ്റോ ആസിഡ് ഫോം ചെയ്യാണ്. ഓക്കെ, അതിന്റെ ഒരു റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗ്ലൂട്ടമൈൻ പ്ലസ് ATP പ്ലസ് അമോണിയ വിച്ച് ഇസ് an keto group produced glutamine with an ADP and a phosphate molecule. And glutamine synthesis ആണ് helpful ആവുന്നത്. Ammonium is toxic, so it is stored in glutamine. Okay, glutamate. So അതിന്റെ ഒരു റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റിയാക്ഷൻ നിങ്ങൾക്ക് സ്ട്രക്ചർ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതർവൈസ് യു ഹാവ് ടു സിംപ്ലി remember these terms. Alpha ketoglutarate is converted to glutamate with the presence of glutamine synthase, with the conversion of ATP to ADP, 5-ATP to ADP, then it will convert it to alpha glutamyl phosphate intermediate, then it will produce glutamine. So argininum prolinum എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. So activate the glutamine which is a kinase and glutamine 5 semi-aldehyde branch point spontaneously cyclization to an internal Schiff base to proline and transmission of ornithine and arginine in urea cycle. So adinte oru detailed picture
ആർജിനിനും പ്രോളിനും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കണേ എന്നുള്ളത് ഇൻ ദ യൂറിയ സൈക്കിളില്. സോ അതിന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതിൽ അയക്കുന്ന എൻസൈംസ്. സോ ജസ്റ്റ് റിമെമ്പർ ഇറ്റ്. ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും വിത്ത് ദ ബയോകെമിക്കൽ സ്ട്രക്ചർ. അതൊരു 2-3 വട്ടം എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ അത് ഓർത്ത് ഇരിക്കാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ റിയാക്ഷൻസ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഹിസ്റ്റഡിൻ ബയോസിന്തസിസ്. സോ ഹിസ്റ്റഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് എങ്ങനെയാണ് സിന്തസൈസ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇറ്റ് വിൽ എൻറ്റർ ടു ദ phosphopentose pathway and which is converted to the ribose 5 phosphate. ഈ ribose 5 phosphate എന്ത് സംഭവിക്കും? ഫോസ്ഫോറൈബോസിൽ പൈറോഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. then it will convert to the amino acid histidine. so 5 ഫോസ്ഫോറൈബോസിൽ ആൽഫ പൈറോഫോസ്ഫേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഫോസ്ഫോറൈബോസിൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. ഒരു 6 ATP പ്രോസസ്സാണ് നടക്കുന്നത്. ഇതുപോലെ തന്നെ നൈട്രജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോ ദ റിയാക്ഷൻ HM ഷണ്ട് അല്ലെങ്കിൽ ഫോസ്ഫോപെൻറ്റോസ് പാത്വേ എന്നൊക്കെ പറയുന്നത് ഈ ഒരു പാത്വേക്കാണ്. സോ ഇതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും ഹിസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു റിയാക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ അതിന്റെ സ്റ്റെപ്സ് മാത്രം ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് സെറൈൻ ഫാമിലി. സോ സെറൈൻ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. ഗ്ലൈക്കോളിസിസിൽ ഫോം ചെയ്യുന്ന ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഈസ് കൺവേർട്ട് ടു അഗെയിൻ ആഫ്റ്റർ 4 or 3 സ്റ്റെപ്സ് 3 ഫോസ്ഫോഗ്ലിസറൈറ്റ് ആയിട്ട് മാറുന്നു. ഈ 3 ഫോസ്ഫോഗ്ലിസറൈറ്റ് സിറൈൻ അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു. പിന്നെ അതില് ഈ സിറൈൻ തന്നെ ഓ അസറ്റൈൽ സിറൈനും അതിൽ നിന്ന് സിസ്റ്റീനും ഗ്ലൈസീനും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇതൊരു 3 സ്റ്റെപ്പ് പാത്വേ ആണ് സിറൈൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ 3 ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നതിന് പ്രിക്രസ് ഓഫ് സിറൈൻ, ഗ്ലൈസിൻ ആൻഡ് സിസ്റ്റീൻ, ഈ 3 അമിനോ ആസിഡ്സിന്റെ പ്രിക്കസർ ആണിത് എന്ന് പറയുന്നത്. സോ അതിന്റെ റിയാക്ഷൻ ആണ് പറയുന്നത്. Okay, so 3 phosphoglycerate is reacted with NAD plus, which gives 3 phosphohydroxypyruvate with NADH plus H plus, and again this 3 PHP plus glucose, which gives phosphocyrine. ഈ phosphocyrine plus alpha ketoglutarate. ഈ ആൽഫ ക്ലീറ്റോഗ്ലൂട്രേറ്റ് പിന്നീട് എന്താ അലിഫാറ്റിക് അമിനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 3 എന്ന് പറയുമ്പോഴത്തേക്കും 3rd സ്റ്റെപ്പിൽ വരുമ്പോഴത്തേക്കും ഈ 3 ഫോസ്ഫോസിറൈൻ വിത്ത് വാട്ടർ, സിറൈൻ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഇതായിട്ട് ഫോം ചെയ്യുകയാണ്. സോ അതിന്റെ ഒരു റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി സിമ്പിൾ ആണ്, ഇത് നോക്കുക കേട്ടോ. സിസ്റ്റിന്റെ നേരത്തെ. ഇനി നെക്സ്റ്റ് അറോമാറ്റിക് ഫാമിലീസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ ഫീനൈൽ അലലിൻ, ടൈറോസിൻ, ട്രിപ്റ്റോസിൻ. പ്രിക്കോസിൻസ് എന്ന് പറയുന്നത് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്, എറിത്രോസ് 4 ഫോസ്ഫേറ്റ്. ദിസ് കണ്ടെയ്ൻസ് വിത്ത് അൾട്ടിമേറ്റ് കൺവേർഷൻ ഓഫ് കോറിസിമേറ്റ്. കോറിസിമേറ്റിന്റെ കൺവേർഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. സോ അറോമാറ്റിക് ഫാമിലി ആയിട്ടുള്ള ഫിനൈൽ അലൈലിൻ, ടൈറോസിൻ, ട്രിപ്സിൻ ഫോം ചെയ്തിരിക്കുന്ന ഏത് ചെയ്യുന്ന ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് പ്ലസ് എറിത്രോസ് 4 ഫോസ്ഫേറ്റ്. സോ ഇതിൽ നിന്ന് ഷിമിക് ആസിഡ് ഫോർമേഷനും അതിൽ നിന്ന് ക്രോസ്മിക് ആസിഡ് ഫോർമേഷൻ. ദെൻ ഈ ക്രോസ്മിക് ആസിഡ് വിൽ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രീഫിനൈക് ആസിഡ് ആൻഡ് ആന്ത്രാഡിക് ആസിഡ് വിച്ച് ഫോംസ് ദ ട്രിപ്റ്റോഫാൻ, ഫീനൈൽ അനലിൻ ആൻഡ് ടൈറോസിൻ. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ഈ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ക്രോസ്മേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഷിമിക്കിക് ആസിഡ്, ഷിമിക്കേറ്റ് ഫോംഡ് ഇൻ 1 to 4 steps and it will convert to crossmate or crossmic acid, and again this crossmic acid is classified into prefinic acid
ആൻഡ് ആൻഡ്രനഡിക് ആസിഡ്. രണ്ട് ആസിഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈ രണ്ട് ആസിഡ്സിൽ നിന്നാണ്, ഈ പ്രീഫിനിക് ആസിഡിൽ നിന്നാണ് ഫിനൈൽ അനലിനും ടൈറോസിനും ഫോം ചെയ്യുന്നത്. ആൻഡ് ആൻഡ്രനഡിക് ആസിഡിൽ നിന്നാണ് ട്രിപ്റ്റോഫാൻ ഫോം ചെയ്യുന്നത്. സോ ട്രിപ്റ്റോഫാന്റെ പാത്വേറ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ക്രോസ്മേറ്റിക്, അതിൽ നിന്ന് ആൻഡ്രനലേറ്റ് ആൻഡ് ട്രിപ്റ്റോഫാൻ. Crosmic acid, it will convert to anthracic acid and it will form the tryptophan. ഓക്കെ, അതിൽ എന്തൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എൻസൈംസ്, അതിന്റെ ആക്ടിവിറ്റി ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിമ്പിൾ പാത്വേ ആണ്. എഴുതി 2 തവണ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൈൻഡിൽ ഇത് ഇരുന്നോളും. നെക്സ്റ്റ്, ടൈറോസിൻ ആൻഡ് ഫിനൈൽ അനലിൻ പാത്വേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഷിമിക്കിക് ആസിഡ് ഈസ് കൺവേർട്ട് ടു ക്രോസ്മേറ്റ് ഓർ ക്രോസ്മേറ്റ് ആസിഡ്. അത് വിൽ കൺവേർട്ട് ടു പ്രീഫിനൈറ്റ് ഓർ പ്രീഫിനൈക് ആസിഡ്. ഈ പ്രീഫിനൈക് ആസിഡ് ആണ് എന്ത് സംഭവിക്കുന്നത്, ഫിനൈൽ അനലിനും ടൈറോസിനുമായിട്ട് മാറുന്നത്. സോ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, അസ്പാർട്ടേറ്റ് ഫാമിലി. സോ അസ്പാർട്ടേറ്റ് ഫാമിലിയിൽ നിന്ന് എന്തൊക്കെ പ്രൊഡക്ഷൻ ആണ്? അസ്പാരജിൻ, മെത്തിയോണിൻ, ലൈസിൻ ആൻഡ് ത്രിയോണിൻ. അത് എന്ന് പറയുന്നത് ഓക്സാലോ അസിറ്റേറ്റ്, അതായത് TCA സൈക്കിളിന്റെ ഒരു പാർട്ടായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്സാലോ അസിറ്റേറ്റ് ഈസ് കൺവേർട്ട് ടു അസ്പാർട്ടേറ്റ് ആൻഡ് ദിസ് അസ്പാർട്ടേറ്റ് ഈസ് again produce the asparagine, methionine, lysine and threonine. സോ മെത്തിയോണിൻ, തൈറോസിൻ ആൻഡ് ലൈസിൻ എന്ന് പറയുന്നത് പ്രിക്കോസസ് എന്ന് പറയുന്നത് അസ്പാർട്ടേറ്റ് ആണ് കോമൺ പ്രിക്കസർ ആയിട്ട് വരുന്നത് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മെത്തിയോണിൻ, ലൈസിൻ ആൻഡ് ത്രിയോണിൻ. ഓക്കെ, ഫസ്റ്റ് കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും aspartate with ATP reacted with the ATP and form aspartyl beta phosphate and ADP. ബ്രാഞ്ച് പോയിന്റ്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ aspartate beta semi aldehyde which is an intermediate in all 3 pathways of TCA cycle, glycolysis and PPP, and homoserine is formed. ഈ ഹോമോസിറൈൻ ആണ് എന്തിന്, ത്രിയോണിന്റെയും മെത്തിയോണിന്റെയും ഐസോലൂസിന്റെയും പ്രിക്കസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കെമിക്കൽ സ്ട്രക്ചർ ആണ്. നെക്സ്റ്റ്, പൈറുവേറ്റ് ഫാമിലി. സോ പൈറുവേറ്റ് ഇന്റർമീഡിയറ്റിൽ നിന്ന് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. പൈറുവേറ്റിൽ നിന്ന് എന്തൊക്കെ ഫോം ചെയ്യുന്നുണ്ട്? അലനിൻ, valine, leucine and isoleucine. So and pyruvate is the precursor of alanine, valine, leucine and isoleucine. Okay, ലൂസിനും ഐസോലൂസിനും വലൈനും എങ്ങനെയാണ്? ബ്രാഞ്ച്ഡ് ചെയിൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് ലൂസിൻ, ഐസോലൂസിൻ ആൻഡ് വലൈൻ എന്ന് പറയുന്നത്. ഈ വലൈൻ ആൻഡ് ഐസോലൂസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പാത്വേ ആഫ്റ്റർ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പൈറുവേറ്റ് ആൽഫ കീറ്റോ സോൾവനിക് ആസിഡ് ആയിട്ട് റിയേറ്റഡ് ആയിട്ട് വലൈൻ ഫോം ചെയ്യും, വിച്ച് ഇസ് ട്രാൻസ്മിനേഷൻ പ്രോസസ്. ആൻഡ് when the pyruvate is reacted with ammonia, it will form alanine group. Okay, so adinte oru chemical reactions.